തേർഡ് കേരള സ്റ്റേറ്റ് പാര ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ എം വിജയകുമാർ, മുൻ കായിക വകുപ്പ് മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്നു, എല്ലാവർക്കും അറിയുന്നതാണ്. എന്റെ പേര് ശശിധരൻ നായർ, ഞാൻ ഇതിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ മെമ്പറും അതുപോലെ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ ജനറൽ സെക്രട്ടറിയാണ്. ജോബി ഈ സംഘാടക സമിതിയുടെ രക്ഷാധികാരിയാണ്. AMK നിസാർ സംസ്ഥാന അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ശ്രീറാം മുത്തുരാമൻ, അദ്ദേഹം ഈ പാരാലിമ്പിക്സിന്റെ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ പ്ലെയറാണ്. അപ്പൊ നിരവധി തവണ ഇന്ത്യക്ക് വേണ്ടി ബാഡ്മിന്റൺ കളിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇതിന്റെ പത്രസമ്മേളനം നടത്താനായിട്ട് ബഹുമാനിയായ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എം വിജയകുമാർ അവരുടെ സാധിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി നിലവിൽ വന്നിട്ട് 3 വീക്സ് ആയി. അപ്പോൾ അതിൻ്റെ പാട്രൺസ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്പോർട്സ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ, പിന്നെ ഈ വകുപ്പുമായിട്ട് ഈ സ്പോർട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീമതി ആർ ബിന്ദു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, അതുപോലെ മിനിസ്റ്റർ GR അനിൽ, മിനിസ്റ്റർ പി രാജീവ്, ശ്രീ KN ബാലഗോപാൽ, മിനിസ്റ്റർ MP രാജേഷ്, ഇവരെല്ലാം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വകുപ്പുകളുടെ മന്ത്രിമാർ കൂടിയാണ്. അവരൊക്കെയാണ് ഇതിന്റെ പാട്രൺസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ശ്രീ ശശിധരൻ നായരോട് സൂചിപ്പിച്ചു കാര്യങ്ങൾ. ഇത് സ്പോർട്സിന്റെ രംഗത്ത് ഒരു മാറ്റമാണ്, പുതിയ കാര്യമാണ്. പാരാലിമ്പിക്സ് എന്ന് പറയുമ്പോൾ അത് ഇന്റർനാഷണൽ പാരാലിമ്പിക്സ് ഉണ്ട്, അതിന്റെ കീഴിലാണ് ഇന്ത്യയിലെ പാരാലിമ്പിക്സിന്റെ കമ്മിറ്റി ഉണ്ട്. അതിന്റെ കീഴിലാണ് ഈ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ഓഫ് കേരള എന്നത് നിലവിൽ വന്നത് അടുത്ത കാലത്താണ്. പക്ഷെ അടുത്ത കാലത്ത് വന്നെങ്കിലും അതിന് സംസ്ഥാന തലത്തിൽ അംഗീകാരം കിട്ടി. സംസ്ഥാന സർക്കാരിന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും അതേപോലെ തന്നെ നാഷണൽ ലെവൽ അംഗീകാരം കിട്ടി. ഇപ്പോൾ മത്സരങ്ങളിലേക്ക് അത് മാറുകയാണ്. അതാണ് വലിയ സംഗതിയായിട്ട് സൂചിപ്പിക്കാം. ഇവിടെ ഞങ്ങളൊരു പ്രസ് നോട്ട് തരുന്നുണ്ട്, അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ 14ാമത് കേരള സ്റ്റേറ്റ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ്. 3 ഇനങ്ങളിലാണ് ഇതിൽ ഈ മത്സരങ്ങൾ നടക്കുന്നത്. ഒന്ന് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2024-25, അത് ഒന്ന്. 2 പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 24-25. 3 പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2024-25. 3 ഇനങ്ങളിലായിട്ട് ഈ നവംബർ 26-27 തീയതികളിലായിട്ട് ഈ 26-27 തീയതികളിലായിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് ആണ് പ്രോഗ്രാം നടക്കുന്നത്. പ്രോഗ്രാം വെച്ചാൽ വളരെയേറെ സ്റ്റേറ്റ് ലെവലിൽ അതുപോലെ നാഷണൽ ലെവലിൽ പ്രാധാന്യമുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു ഇതിനോടൊപ്പം പ്രോഗ്രാം ഉൾപ്പെടെ നിങ്ങൾക്ക് സർക്കുലേറ്റ് തരുന്നുണ്ട്. സ്പോർട്സ് ആണ്. കേരളത്തിലാണെങ്കിൽ അടുത്ത കാലത്ത് ഈ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് സ്പോർട്സിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സ്കൂൾ ഗെയിംസ് നിങ്ങൾക്കറിയാം, ഒളിമ്പിക്സ് സ്കൂൾ ഗെയിംസ് നടന്ന കൊച്ചിയിൽ നടന്നതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് മത്സരങ്ങൾ നടന്നു. സ്കൂൾ തലത്തിൽ തന്നെ ഇത് വരുന്നുണ്ട് എന്നതാണ് പുതിയ ഒരു മാറ്റമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ്. മറ്റ് വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട വിജയകുമാർ സർ പറഞ്ഞതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ പറയുകയാണ്. ഈ പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു സംഘടനയാണ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ. അതിന്റെ സംസ്ഥാനത്തെ അംഗീകൃത ബോഡിയാണ് സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ഓഫ് കേരള. അത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരുപക്ഷെ 48 കായിക ഇനങ്ങളെയാണ് ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ 48 കായിക ഇനങ്ങളെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതില്
ഗവൺമെന്റ് നേരിട്ട് അംഗീകരിച്ച ആദ്യത്തെ അസോസിയേഷൻ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെന്റ് ഏബിൾഡ് ആണ്. അതിന്റെ കാരണം അതിന്റെ ആ ഡിസേബിൾഡ് കാറ്റഗറിയിൽ കൊടുക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ പ്രാമുഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് തന്നെ ആദ്യം അംഗീകാരം കൊടുക്കുന്നത്. അതിനുശേഷമാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതില് ഒരുപാട് കാറ്റഗറി മത്സരങ്ങളുണ്ട്. നമ്മൾ സാധാരണ എല്ലായിടത്തും ഡിസബിലിറ്റി സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് പല ബ്ലൈൻഡ് ആണെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും കൂടെ നിർത്തിയിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡോർഫ് ആണെങ്കിൽ അങ്ങനെ നിർത്തും, അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരെ എല്ലാവരും നിർത്തും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയതുകൊണ്ടും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി ഉള്ളതുകൊണ്ടും ഈ ബ്ലൈൻഡ് തന്നെ 3 കാറ്റഗറിയാണ്. അതായത് T11, T12, T13. ടോട്ടൽ ബ്ലൈൻഡ് എന്ന് പറയുന്നത് T11, പാർഷ്യലി ബ്ലൈൻഡ് എന്ന് പറയുന്നത് T12, പിന്നെ അത് കുറച്ചുകൂടെ വിഷൻ കുറഞ്ഞാണെന്ന് പറഞ്ഞാൽ T13. ഈ T എന്ന് പറയുന്നത് ട്രാക്കാണ്. അതിൽ തന്നെ പലതും പറയുന്നത് F എന്ന് പറയുന്ന ഫീൽഡാണ്. അതുപോലെ തന്നെ അവർക്ക് F11, F12, F13 അങ്ങനെ പറയുന്ന കാറ്റഗറീസ് ആണുള്ളത്. ഡോഫ് എന്ന് പറയുന്നത് നമ്മളിപ്പം ജനറലി ഡോഫ് എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറിയാണ്. പക്ഷെ ഇവിടെ ഡോഫ് എന്ന് പറയുന്നത് 2 കാറ്റഗറിയാണ്. കാരണം പൊക്കം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 2 കാറ്റഗറിയാണ്. F40 അല്ലെങ്കിൽ F41 എന്നുള്ള രീതിയിലാണ് തിരിക്കുന്നത്. അതുപോലെ തന്നെ സെർബ്രൽ പൾസിക്കും കോമ്പറ്റീഷൻ ഉണ്ട്. സെർബ്രൽ പൾസി T32 അല്ലെങ്കിൽ F32 മുതൽ F38 അല്ലെങ്കിൽ T38 വരെ ഉണ്ട്. ഈ F32 മുതൽ F34 വരെ ഉള്ളത് ഈ സെർബ്രൽ പൾസിയിലെ സിറ്റിംഗ് ആയിട്ടുള്ളവരുടെയാണ്. അതായത് വീൽ ചെയറിൽ ഇരുന്നുള്ള മത്സരങ്ങളാണ്. T32 മുതൽ T34 വരെയുള്ളത്. T35 മുതൽ 38 വരെയുള്ളത് സ്റ്റാൻഡിംഗ് ആണ്. അവർക്ക് അതിനകത്ത് കുറെ കൂടെ അവർക്ക് എബിലിറ്റി ഉള്ളവരാണ്. അപ്പൊ ഇതുപോലെയുള്ള മത്സരങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൈ എൽബോയ്ക്ക് മുകളിൽ അമ്പ്യൂട്ട് ചെയ്തതാണെങ്കിൽ അത് F46 വരും. എൽബോയ്ക്ക് താഴെയാണെങ്കിൽ F47 വരും. ഇതുപോലെ ഓരോ ഡിസബിലിറ്റി ഉള്ളവരുടെയും പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള കാറ്റഗറിയിലുള്ളവരുടെയാണ് മത്സരം നടത്തുന്നത്. അതായത് ഇതിനകത്ത് എബിലിറ്റി ഓരോരുത്തരുടെയും എബിലിറ്റി ഡിഫറെന്റ്ലി ഏബിൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ എബിലിറ്റി ഉള്ളവരാണ്. ആ വ്യത്യസ്തമായ എബിലിറ്റിയിൽ തന്നെ ഒരേപോലെ ഉള്ളവരുടെ മത്സരങ്ങളാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ മത്സരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി എടുത്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്താണ് ഇവിടെ മത്സരം നടത്തുന്നത്. ഇതിന് ഓരോന്നിനും പ്രത്യേകം എക്യുപ്മെന്റ്സിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമ്മളിപ്പം അത്ലറ്റിക്സിൽ പോവുകയാണെങ്കിൽ സാധാരണ രീതിയിൽ വരുന്നത് ഒരു ഉദാഹരണത്തിന് ഷോട്ടിന് 4 കിലോയാണ് വിമൻ വരുന്നത്, അല്ലെങ്കിൽ മെൻ വരുന്നത് 7.26 ആണ്. ഇവിടെ ആണെങ്കിൽ ഓരോ കാറ്റഗറിക്കും പ്രത്യേകം വരുന്നതുകൊണ്ട് 2 കിലോ, 3 കിലോ, 4 കിലോ, 5 കിലോ, 6 കിലോ, 7.26 kg അങ്ങനെയുള്ള വ്യത്യസ്തമായ വെയിറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. ചില ഈ സെർബ്രൽ പൾസി T32 എന്ന് പറയുന്നവർക്ക് ഷോട്ടൊന്നും ഒരുപാട് എടുക്കാൻ പറ്റില്ല. അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 2 കിലോ ആണ്. 2 kgയുടെ ഷോട്ടേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇന്റർനാഷണലി അങ്ങനെയാണ്. നമ്മുടെ ഒളിമ്പിക്സിന് പോകുന്നത് വരെ അങ്ങനെയാണ്. നമുക്കിവിടെ നമ്മളെ സംബന്ധിച്ചോളം, കേരളത്തിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ ഈ പാരാലിമ്പിക് മൂവ്മെന്റിൽ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത്ലറ്റിക്സിൽ നമുക്ക് എസ് നിയാസ്, അനസ്, അതുപോലെ തന്നെ KP സുജിത്ത്, വേറെ ബേസിൽ തുടങ്ങിയ കായിക താരങ്ങൾ അന്തർദേശീയ കായിക താരങ്ങളാണ്. അതുപോലെ പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജോബി മാത്യു, അതുപോലെ അബ്ദുൽ സലാം, ഇവരൊക്കെ ഇന്റർനാഷണലി മെഡലിസ്റ്റുകളാണ്. ജോബി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാഡ്മിന്റണിലാണെങ്കിൽ നമുക്കിപ്പോ കറണ്ടിൽ 7 ഇന്റർനാഷണൽസ് ഉണ്ട്. അതിനകത്ത് ഒരു ഇന്റർനാഷണൽ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ശ്രീരാമുത്തരാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ആസിയ ജെയിംസ് ആണ്. ആസിയ ജെയിംസ് എന്ന് പറയുന്നത് ദേശീയ തലത്തില് സിംഗിൾസിലും ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും ഗോൾഡ് കിട്ടിയ ആളാണ്. ഇപ്പൊ ഒരു 3 കൊല്ലത്തിനകത്ത് ഏകദേശം ഒരു 36 ഇന്റർനാഷണൽ മത്സരങ്ങൾ കൂടി കളിക്കും. ഈ അടുത്ത കാലത്ത് സ്കോട്ട്ലൻഡിൽ വിന്നറായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടന്ന മത്സരത്തിൽ വിന്നറായിരുന്നു. അതുപോലെ തന്നെ KT നിതിൻ ഇപ്പൊ കറണ്ട് പുള്ളി സായി ഗുജറാത്തിലെ ട്രെയിനിയാണ്. ഈ കഴിഞ്ഞ ഇന്റർനാഷണൽ കളിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഒരുപാട് പേര്, ആകാശ് മാധവൻ, ഗോകുലസ്, ചാൾസസ് തുടങ്ങിയവരൊക്കെ ഇന്റർനാഷണൽ താരങ്ങളാണ്. ഇപ്പോഴും കറണ്ട് മത്സരങ്ങളിലുള്ളതാണ്.
അതിനേക്കാളുപരി നമ്മൾ സ്വിമ്മിങ്ങിൽ നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മാസം ഇതിന്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടന്നു. അതില് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയുമായിരിക്കും, ആസിം വെള്ളിമല 2 കൈയും 2 കാലും ഇല്ലാത്ത ആളാണ്. പക്ഷെ 3 ഗോൾഡ് റെക്കോർഡോട് കൂടി 3 മത്സരത്തിൽ 3 ഇവന്റിലും റെക്കോർഡോട് കൂടി കേരളത്തിന് വേണ്ടി ഗോൾഡ് കിട്ടുകയും ദേശീയ റെക്കോർഡ് ഇടുകയും അടുത്ത ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ 2 പേര് ബ്ലൈൻഡ് കാറ്റഗറി ഉള്ളവരാണ്. ഒന്ന് ടോമി ജോസഫും പിന്നെ മിൻഹാദി, 2 പേരും ഗോൾഡ് മെഡലിസ്റ്റുകളാണ്. അപ്പൊ ഒരുപാട് മെഡലിസ്റ്റുകളുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് നമ്മുടെ സിദ്ധാർത്ഥ ബാബു. എല്ലാവർക്കും അറിയാമായിരിക്കും, സിദ്ധാർത്ഥ ബാബു ഈ റീസെന്റ് ആയിട്ട് നടന്ന പാരാളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആളാണ്. ഏഷ്യൻ ഗെയിംസ് പാരാ ഏഷ്യൻ ഗെയിംസിലെ ഷൂട്ടിങ്ങിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അഖിൽ അസ്താം തുടങ്ങി ഒരുപാട് കായിക താരങ്ങൾ കേരളത്തിൽ നിന്നും ഈ ദേശീയ തലത്തിലേക്കും അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലേക്കും പാരാലിമ്പിക് മൂവ്മെന്റിൽ വന്നു. ഇപ്പൊ പാരാലിമ്പിക് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും അല്ലെങ്കിൽ ഇന്റർനാഷണലി ആണെങ്കിലും ഏറ്റവും വലിയ ഒരു മൂവ് ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം 200 രാജ്യങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ പിന്നെ നമുക്ക് ഇന്ത്യക്ക് 7 ഗോൾഡും 9 സിൽവറും അതുപോലെ തന്നെ 13 ബ്രോൺസും നമുക്ക് കിട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒളിമ്പിക്സിന് കിട്ടിയ മെഡലുകളെ കുറിച്ചുള്ള ധാരണ നമുക്കുണ്ട്. പക്ഷെ പാരാലിമ്പിക്സിൽ നമുക്ക് 7 ഗോൾഡും 9 സിൽവറും 13 ബ്രോൺസും കിട്ടി. പിന്നെ നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കായിക ശക്തിയായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കായിക രംഗത്ത് ഈ പാരാലിമ്പിക് മൂവ്മെന്റിൽ കേരളം വളരെ സജീവമായിട്ടുണ്ട്, ഇന്ത്യ വളരെ സജീവമായിട്ടുണ്ട്. അത് ഇനി വരും കാലങ്ങളിൽ ഈ മൂവ്മെന്റ് വളരെ ചെയ്തു പോകും എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മുടെ ഇത് വളരെ സജീവം. ഏകദേശം 1250ഓളം കായിക താരങ്ങൾ കേരളത്തിന്റെ 14 ജില്ലയിൽ നിന്നുമായിട്ട് വരുന്നുണ്ട്. എല്ലാ മേഖലയിലുള്ളവർ വരുന്നുണ്ട്. അവർക്കുള്ള താമസം, ഭക്ഷണം, അതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും ഈ ഒരു പ്രോപ്പർ ഈ നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എൻട്രിയും കാര്യങ്ങളൊക്കെ വന്നു പോകുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഓൺലൈൻ എൻട്രി ഉണ്ടെങ്കിൽ പോലും സ്പോട്ട് എൻട്രിയും കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ആരെയും ഒഴിവാക്കരുതല്ലോ എന്ന് കരുതി സ്പോട്ട് എൻട്രിയും എടുക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി നമുക്ക് വന്നിട്ടില്ല. അപ്പൊ എങ്കിലും അവസാന നിമിഷം വരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെയും ഒഴിവാക്കാതെ ഈ മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ചെയർമാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടത് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് മീഡിയ സപ്പോർട്ടാണ്. മറ്റുള്ള പ്രസ്ഥാനങ്ങൾ പോലെ അല്ലല്ലോ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അവരുടെ കാര്യം നമ്മുടെ കാര്യമാണ് എന്ന നിലയിൽ നല്ല മീഡിയ സപ്പോർട്ട് വേണം എന്നത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് തന്നെ ഈ രൂപത്തിൽ വിളിച്ചേർത്തത്. എന്തെങ്കിലും ജോബി, നമ്മുടെ പ്രധാനപ്പെട്ട ജോബിക്ക് എന്തെങ്കിലും പറയാൻ? അവസാനം പറഞ്ഞു വെച്ച ആ ഒരു കാര്യം തന്നെയാണ് മീഡിയ സപ്പോർട്ടിന്റെ ഒഴിഞ്ഞ സപ്പോർട്ടാണ്.